ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് നല്ലൊരു ലൊക്കേഷനിലാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെടാറുള്ള ലൊക്കേഷനാണ് തൃപ്പൂണിത്തുറ, എരൂര് ഭാഗങ്ങളിലൊക്കെ വീട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എരൂരാണ്. 4 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ചുറ്റും നോക്കിയാൽ കാണാം, നിറയെ വീടുകളാണ്. നമുക്ക് മെയിൻ റോഡിലേക്കും ഈസി ആയിട്ട് എത്താം. 700 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്കും ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 700 മീറ്റർ പറഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ, കാക്കനാട് കളക്ടറേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 6.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 5.4 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്കാണെങ്കിൽ 8.5, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് 4.5 കിലോമീറ്റർ. ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 1 അവർ പോലും വേണ്ട, 50 മിനിറ്റ്സ് കൊണ്ട് ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ക്ലാഡിൻ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ പില്ലറിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുമായ എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ടോപ്പ് പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയും ഭംഗിയായിട്ടാണ് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ഷോ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് നമ്മളുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പോർച്ചിലേക്കാണ്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നിങ്ങൾ കണ്ടു. രണ്ടാമത്തെ കാർ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമുക്ക് വീടിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നമുക്കിവിടെ 2 ടൈപ്സ് ഓഫ് വാട്ടർ ആണ് വരുന്നത്. കിണർ വെള്ളമുണ്ട്, അതുകൂടാതെ KWയുടെ വാട്ടറുമാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വർക്ക് ഏരിയയുടെ ഡോർ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ വീടിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും അവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഏരിയ വരുന്നത്. മെറ്റൽ ചിപ്പുകളാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ നോക്കിയാലും കാണാം, ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷൻ ആയിട്ട് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 2 വിൻഡോസും ഈ ഭാഗത്ത് വേറെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് റൂം ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. എൻട്രൻസ് വരെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒക്കെ PVC പാനലിംഗ് ആണ്. മെയിൻ ബോർഡ് വന്നിട്ട് വൈറ്റ് കളർ ആണ്. ഫ്ലോറിന് മാച്ച് ആവുന്ന അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 10ഓ 12ഓ പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയ ഒരു ഡൈനിങ് ടേബിൾ ഉൾക്കൊള്ളാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ വരുന്ന ഭാഗം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ഹാൾ ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പിന്റെ താഴെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ട് പോലും അവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്.
താഴെയൊക്കെ ഭംഗിയായിട്ടാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു എൻട്രൻസ് തന്നെയാണ് കിച്ചണിന് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ പാനലിംഗ് വർക്കുകളാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഷെൽഫ് കിട്ടുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ ഭംഗിയായിട്ടാണ് 3 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 5-6 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു കിച്ചൺ ആണ് കിട്ടുന്നത്. കിച്ചണിലേക്ക് എൻട്രി ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിലൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. 3 വിൻഡോസ് വരുന്നുണ്ട്. അതിന്റെ താഴെ ഭാഗത്ത് തന്നെയായിട്ടാണ് നമുക്ക് സിങ്ക് കിട്ടുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷനും വൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് അവിടെ വർക്കുകൾ വരുന്നത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 2 സൈഡിലായിട്ടാണ് കിച്ചൺ ആ ഒരു അറേഞ്ച്മെന്റ്സ് വരുന്നത്. അവിടെ എല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് തന്നെ ആദ്യം കാണാം. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ബെഡ്റൂം ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന വോളിൽ ഭംഗിയായിട്ടൊരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 2 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫിലേക്ക് നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ വോളിന്റെ പകുതി പോർഷനോളം തന്നെ റൂഫിലെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തു വരികയാണ്. നല്ല രീതിയിൽ പ്രൊജക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മുടെ റൂമിന്റെ വലുപ്പത്തിന് എഫക്ട് ചെയ്യാതെ കുറച്ചൊരു സ്പേസ് മാറിയിട്ടാണ് ഇവിടുത്തെ ബോർഡ്റൂമുകളും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിന് നല്ല സൈസ് ആണ് കിട്ടുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വുഡൻ ഡിസൈനിലാണ് ഇവിടുത്തെ ബോർഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ലൊരു ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലുപ്പത്തിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തെറയിലാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി നമ്മൾ വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കോളൂ, അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. പക്ഷെ അത് വളരെ വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ലെങ്ത്തും വിഡ്ത്തും എല്ലാം കൊടുത്തിട്ട് വളരെ വലിയൊരു ഹാളാണ് നമുക്കിവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 വിൻഡോസ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നത്. വരുന്ന വഴിക്കുള്ള ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കടന്നു വന്ന വഴികളിലെല്ലാം ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിലേക്ക് വരുന്ന സമയത്ത് ടോട്ടലി 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. താഴത്തെ പോലെ തന്നെ വളരെ വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ആ ഒരു വോള് ഭംഗിയുള്ള ഡിസൈനിലാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. 2 വിൻഡോസ് അവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് ആ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ താഴേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ LED സ്ട്രിപ്പുകളൊക്കെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബോർഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡൻ ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 2ാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടാതെ ഗോൾഡൻ കളർ കോമ്പിനേഷനിലുമാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തിൽ തന്നെയാണ് 2ാമത്തെ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂം നമ്മൾ അവിടെ കണ്ടു. നമുക്കിനി 3ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. 3ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇത് മാത്രം നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് അല്ല, സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ കാണുന്ന വോളിലും ഭംഗിയായ ഡിസൈൻ ആണ് വരുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കുകളും വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പർ ലിവിംഗ് സ്പേസ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്.
ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഭംഗിയുള്ള ഒരു ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 വിൻഡോസ് ഇവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് അവിടെയുമാണ് വരുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളാണ്. ഇവിടെയും നമുക്ക് ഏകദേശം ക്വാർട്ടർ പോർഷനുള്ള ഈ വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെയും ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 4 ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ടി വി യൂണിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിക്കുള്ള ഡോർ വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ബാൽക്കണി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള നല്ലൊരു ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുള്ള പില്ലർ തന്നെയാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്ലസ് പോയിന്റ് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ആണ്. എറണാകുളം ജില്ലയിൽ എരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ് എരൂർ. നിങ്ങൾക്കറിയാം, കാക്കനാട്, വെണ്ണല, ഇടപ്പള്ളി, പാലാരിവട്ടം, കലൂർ, ആലുവ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനാണെങ്കിലും ഇടപ്പള്ളിയിലേക്കും തൃപ്പൂണിത്തുറ ടെമ്പിൾ എല്ലാം ഫേമസ് ആണ്. അവിടേക്ക് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ ഈസി ആക്സസ് ആണ് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്. എരൂർ എന്നാണ് സ്ഥലത്തിന് പേര് പറയുന്നത്. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. മെയിൻ റോഡിലേക്ക് വെറും 700 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കിണർ വെള്ളം കൂടാതെ KW'യുടെ വാട്ടറും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. 98 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിലും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല ലൊക്കേഷൻ ആണ്. റോഡ് ഫേസ് ആയിട്ട് വരുന്ന വീടാണ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഒട്ടും വൈകണ്ട, നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫോൺ എടുത്തോളൂ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.